ബസ് സ്റ്റാൻഡിൽ നഗരസഭ പുതുതായി നിർമ്മിച്ച ഷീ ടോയ്ലറ്റും ഫീഡിംഗ് റൂമും നവീകരിച്ച പഴയ ടോയ്ലറ്റും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം ബസ് സ്റ്റാൻഡിനുള്ളിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അന്നമ്മ ഡോമിയുടെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പിറവത്തെ ബസ് സ്റ്റാൻഡ് ഉള്ളിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിർമ്മാണത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്ന ഷീ ടോയ്ലറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. നമ്മുടെ പണ്ട് പിറവത്തെ ബസ് സ്റ്റാൻഡിന് ആരംഭിച്ചുവെങ്കിലും നമുക്ക് പൊതുവായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും പ്രായമായ സ്ത്രീകളും അമ്മമാരും ഉൾപ്പെടെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകൾക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ട് ഉളവാക്കിയിരുന്നു ഈ പൊതു ടോയ്ലറ്റിൻ്റെ മാത്രം ഒരു ഉപയോഗം. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നിലവിലുണ്ടായിരുന്ന നമ്മുടെ പഴയ ടോയ്ലറ്റ് കെട്ടിടത്തിൻ്റെ മുകളിലായിട്ട് പുതിയൊരു ഷീ ടോയ്ലറ്റ് വേണം എന്നുള്ളൊരു ആശയം ഉണ്ടാവുകയും മുൻ നഗരസഭയുടെ കാലത്ത് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ പണി പൂർത്തിയായി. പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ പണി പൂർത്തിയാക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ടോയ്ലറ്റ് അതിന് ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് അത് മാറ്റി രൂപകൽപ്പന ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയ്സൺ പുളിക്കൽ സ്വാഗതം പറഞ്ഞു. അത് ആവശ്യമായ ഘടകമായിരുന്നു ഒരു ഷീ ടോയ്ലറ്റ്. അത് എന്തായാലും ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ബസ് യാത്രയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ മൂലവിട്ടുന്നതിനുള്ള സൗകര്യവും എല്ലാം ഈ കോംപ്ലക്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാണ്. മുൻ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം ആരംഭിച്ചെങ്കിലും അത് തുറന്നു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴത് പൂർണ്ണമായും പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അരുൺ കല്ലറയ്ക്കൽ, വത്സല വർഗീസ്, അഡ്വക്കേറ്റ് ഷിബു തോമസ്, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജൂലി സാബു, MK ശിവഗിരി, രജി ചുള്ളിക്കൽ, രമ വിജയൻ, രമ്യ ബിജോയ്, ജിജി ജോജി, അനു അനിൽ, ഏലിയാമ്മ ജോമോൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ കൗൺസിലർ ലൂസി സണ്ണി നന്ദി പറഞ്ഞു. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില് ഒരുപാട് പിറവത്തെ ജനങ്ങൾ മുഴുവനും യാത്രക്കാർ മുഴുവനും കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാനുഷികമായ ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമുക്കിവിടെ മേളില് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അവർക്കുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി വളരെ മനോഹരമായ ഒരു ഷീ ടോയ്ലറ്റാണ് അവിടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അവിചാരിതമായി ചിലപ്പോൾ ചില കരുതലുകളില്ലാതെ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാന്ദർഭികമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരവും നമ്മൾ മുകളിൽ കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് സാനിറ്ററി നാപ്കിൻ ലഭിക്കുവാനായിട്ട് കോയിൻ ബോക്സ് ഉണ്ട്. അത് വെൻഡിങ് മെഷീനും എല്ലാം തയ്യാറാക്കി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീഡിംഗ് റൂം വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ദീർഘദൂര യാത്ര കഴിഞ്ഞൊന്ന് റിഫ്രഷ് ചെയ്ത് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി അല്ലെ മുടിയൊക്കെ ഒന്ന് ചീകി വരുവാനും ഒന്ന് അല്പം വിശ്രമിക്കുവാനും ഒക്കെയുള്ള വളരെ വൃത്തിയുള്ളതും മനോഹരവുമായ സൗകര്യമാണ് മുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഐ വിഷൻ ന്യൂസ്, പിറവം. മികച്ച എന്റർടൈൻമെന്റ് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? ലാസ്റ്റ് ബോൾ ഫിനിഷിംഗിന്റെ ആവേശകരമായ നിമിഷങ്ങളും പ്രിയപ്പെട്ട പരമ്പരകളുടെ വൈകാരികതയും സൂപ്പർ ഹിറ്റ് സിനിമകളും ഏറ്റവും പുതിയ വാർത്തകളും വീട്ടിൽ ചിരി ഉണർത്തുന്ന കാർട്ടൂണുകളും എല്ലാം അതിൽ ചിലത് മാത്രം. ഇതൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ അവസരമുള്ളപ്പോ എന്തിനു മറ്റൊന്നിൽ സെറ്റിൽ ആവണം? കേരള വിഷൻ എക്കണോമി പാക്കിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട HD ചാനലുകൾ നൽകുന്നു. ഇന്ന് തന്നെ HD പാക്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.